നമസ്കാരം. മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതയ്ക്കുന്ന ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും സ്ഥിതിഗതികൾ കേന്ദ്രം നേരിട്ട് വിലയിരുത്തി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ ആരാഞ്ഞു. കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായവും അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി. അതേസമയം ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ദുരിതം വിതച്ച കനത്ത വെള്ളപ്പൊക്കത്തിൽ 24 പേർ മരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും 17,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. സംസ്ഥാനത്ത് ഉടനീളം പെയ്യുന്ന തുടർച്ചയായ മഴയാണ് വ്യാപകമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത്. 140 ട്രെയിനുകൾ റദ്ദാക്കുകയും പലതും വഴിതിരിച്ചു വിടുകയും ചെയ്തു. കനത്ത മഴയിലും വെള്ളപ്പൊക്കവും മൂലം റോഡ് അടച്ചു. മഴ സാഹചര്യം വിലയിരുത്താൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴക്കെടുതികളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ ഇരു സംസ്ഥാനങ്ങളിലെയും ഭൂരിഭാഗം പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായി. തെലങ്കാനയിലും മഴ ശക്തമായി തുടരുകയാണ്. ഹൈദരാബാദിൽ ഉൾപ്പെടെ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കഴിഞ്ഞ 2 ദിവസമായി ഇരു സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആന്ധ്രയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തെലങ്കാനയിലെ ഖമ്മം ജില്ലയിൽ 110 ഗ്രാമങ്ങളാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയത്. ആന്ധ്രാപ്രദേശിൽ 17,000-ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്.